ഞാൻ എൻ്റെ ജനതയിൽപ്പെട്ട ഒരു പറ്റം ആളുകളെയും കൊണ്ട് പ്രവാചകന്റെ കൂടെ താമസിക്കുകയുണ്ടായി. ഫഅഖംനാ ഇൻദഹു 20 ലൈല, 20 രാവുകൾ നബിയോടൊത്ത് ഞങ്ങൾ കഴിച്ചുകൂട്ടി. വകാന റഹീമൻ റഫീഖ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ എളിമയും കാരുണ്യവുമുള്ള വ്യക്തിയായി ഞങ്ങൾക്ക് കാണാൻ പറ്റി എന്ന് 20 ദിവസം നബിയോടൊപ്പം സഹവസിച്ച സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. തൻ്റെ അനുചരന്റെ ഈ ഒരു വാക്കിനെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെക്കുറിച്ച് പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിനുടനീളം കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥം, മഹാനായ മുഹമ്മദ് നബി മുസ്ലിങ്ങളുടെ മാത്രം നബി എന്നല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കിതാ സതുപദേശം വന്നെത്തിയിരിക്കുന്നു എന്നാണ് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. അത് മാലോകർക്കുള്ള ഗൈഡൻസ് ആണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ എന്നാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുക്കൾക്കുൾപ്പെടെ അള്ളാഹുവിന്റെ പടപ്പുകളായിട്ട് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ പ്രവാചകനിലൂടെ റഹ്മത്തുണ്ട് എന്നാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും അവിടുത്തെ മാർഗം സ്വീകരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നബിയിലൂടെ സൗഭാഗ്യം ലഭിക്കുകയാണ്. വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മുൻ ജനതയ്ക്ക് ബാധിച്ച തരത്തിലുള്ള പ്രളയങ്ങളും ദുരന്തങ്ങളും ഒരു സമൂഹത്തെ അവർ ചെയ്യുന്ന ശിർക്കിന്റെയും അവർ ചെയ്യുന്ന അധർമ്മത്തിന്റെയും പേരിൽ മുൻഗാമികളെ ഒന്നടങ്കം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരമൊരു കൂട്ട നശിപ്പിക്കൽ ഈ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിച്ചവർക്കും തെറ്റിദ്ധരിപ്പിച്ചവർക്കും പ്രവാചകനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവർക്കും അതിൽ വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും റഹ്മത്താണ്, കാരുണ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നമാ അന റഹ്മ, തീർച്ചയായിട്ടും ഞാൻ കാരുണ്യമാകുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വായിച്ചെടുക്കാനുള്ള അവസരങ്ങൾ ഇന്ന് വ്യാപകമാണ്. മുമ്പത്തെ പോലെയല്ല, വൈജ്ഞാനിക ലോകം വളരെ വികസിച്ച ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഏത് നോളജും അവൈലബിൾ ആയ ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. കൊണ്ട് മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ അതിവേഗതയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്നതും തെറ്റിദ്ധരിപ്പിക്കരായിട്ട് എങ്ങനെ മാറുന്നു എന്നതും ലോകത്തുടനീളം ഈ മതവും അതിന്റെ ആശയങ്ങളും ഇത്രയധികം സ്വീകാര്യത ആർജിച്ചുകൊണ്ട് ലോകത്ത് എന്തുകൊണ്ട് പടർന്ന് പന്തലിക്കുന്നു എന്നതും ചിന്തയും ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരായ നമ്മൾ പഠിക്കണം. ജസ്റ്റ് ഒരു അന്വേഷണത്തിന് വേണ്ടി പർപ്പസിലായി പ്രവാചകന്റെ നേരെ കുതിര കയറുമ്പോൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ സമ്മേളന നഗരിയുടെ ഓരത്ത് പരിസരത്ത് പ്രവാചകന്റെ ചരിത്രം പഠിക്കാനുള്ള പുസ്തകം കൗണ്ടറിൽ നമുക്ക് ലഭ്യമാണ്. വിവിധങ്ങളായിട്ടുള്ള മനസ്സ് വന്നിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. പടച്ചറബ് നിങ്ങളെ ഒരിക്കലും കൈയൊഴിയുകയില്ല. കാരണം താങ്കൾ അഗതികൾക്കും അനാഥകൾക്കും പാവങ്ങൾക്കും ബലഹീനമാണ്. അവരുടെ പ്രയാസത്തെ തന്റെ മുതുകാണ്, അവരുടെ പ്രയാസത്തെ തന്റെ മുതുകിലേറ്റി അവരെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന താങ്കളെ അള്ളാഹു ഒരിക്കലും കൈയൊഴിയുകയില്ല എന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകരുടെ ഈ സൗമ്യതയും ഈ എളിമയും ഈ ഐക്യവും സാഹോദര്യവും ജനാധിപത്യവും ഒക്കെ അവർ എളിമയും ഈ ഐക്യവും സാഹോദര്യവും ജനാധിപത്യവും ഒക്കെ അവർ പറയുന്നത് അധികാരം കിട്ടിനോക്കണം എന്നവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അധികാരമുള്ള പ്രവാചകനെയും അധികാരമില്ലാത്ത പ്രവാചകനെയും ലോകത്തിന് ഏത് സമയത്തും പഠിക്കാൻ അവസരമുണ്ട്. അധികാരം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു മുമ്പ് ജീവിച്ചതിനേക്കാളും ഏറ്റവും വിനയാന്വിതനായി ഏറ്റവും സൗമ്യതയുള്ളയാളായി മാറിയതാണ് നാം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുന്ന് ഇടപെട്ട മുഴുവൻ മേഖലയിലും വളരെയധികം
കാരുണ്യത്തോടെ സൗമ്യതയോടുകൂടെ. ഒരു കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ഉട്ടോപ്യ, വെറുതെ ഒരു ജൽപ്പനമല്ല, മറിച്ച് കാരുണ്യത്തിന് വിരുദ്ധമായ ഒരു നീക്കവും ഈവൻ അവിടുത്തെ ജീവിതങ്ങളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ പോലും പരിശോധിച്ചു നോക്കിയാൽ അതിനകത്ത് പോലും നിയലിക്കുന്നത്, അതിനകത്ത് പോലും റിഫ്ലക്ട് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൈൻഡ്നെസ് ആണ്. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു മൈക്ക് നീട്ടിയിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങിയാൽ ആളുകളോട് ചോദിക്കുന്നു, താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും പറയുന്ന വാക്ക് കൈൻഡ്നെസ് എന്ന വേർഡാണ്. കാരുണ്യം ആഗ്രഹിക്കുന്നു എന്നതാണ്. എന്നാൽ ആ കാരുണ്യം ജീവിതത്തിന്റെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, പ്രതികൂല സാഹചര്യത്തിലും പ്രയാസകരമായ സാഹചര്യത്തിലും പ്രതിലോമ പ്രവർത്തനങ്ങളുടെ സാഹചര്യത്തിലും അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജീവിതത്തിന്റെ മുഴുമുക്കു രംഗങ്ങളിലും ആ കാരുണ്യം മാത്രം പ്രകടിപ്പിച്ച ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? പലപ്പോഴും ആളുകൾ നല്ല ഫോട്ടോകൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്, നല്ല മെസ്സേജുകൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ രൂപം അവർ സ്റ്റാറ്റസ് വെക്കാറില്ല. യഥാർത്ഥ രൂപം അറിയുന്നത് കുടുംബത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തിൽ മാന്യമായി പെരുമാറുന്നവനാണ്. സ്വന്തം ഈ കരുണ എന്ന് പറയുമ്പോൾ ഒരുപാട് നന്മ മരങ്ങളുണ്ട്, ഒരുപാട് പാവങ്ങളെ ഏറ്റെടുക്കുന്നവരുണ്ട്. അവരെല്ലാം അവരുടെ കുടുംബത്തോട് എങ്ങനെയാണ്, രക്തബന്ധുക്കളോട് എങ്ങനെയാണ്, തൊട്ടടുത്തുള്ളവരോട് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാരുണ്യം അവിടുത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക്, അങ്ങനെ മുഴുവൻ ആളുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നതാണ്. തൻ്റെ കൂടെ ജീവിച്ച ഇണകളെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തന്നു. ഇന്നൻ നിസാ ശഖായിഖുർ റിജാൽ, സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടേണ്ട, അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ട, ഒന്നിലേക്കും കടന്നു വരാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളായിട്ട് ചിത്രീകരിക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ നിർഭയത്വത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ അസ്തിത്വത്തിന് വേണ്ടി, അവരുടെ ഐഡിയോളജിക്ക് വേണ്ടി, അവരുടെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. അതൊന്നും അവരോടുള്ള അനീതിയല്ല, മറിച്ച് തൻ്റെ പാതിയാണ് തൻ്റെ ഭാര്യ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖ റദിയ മിൻഹാ ആഖർ, അവരിൽ നിനക്ക് വല്ലതും വെറുപ്പുള്ളത് കണ്ടാൽ നീ അവളുടെ മറ്റൊരു പോയിന്റിനെ, ഒരു നന്മയെ കണ്ട് അതിൽ തൃപ്തിയടയണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അവിടുന്ന് എങ്ങനെയാണ് ഇണകളോട് പെരുമാറിയത്? ചരിത്രത്തിൽ വ്യക്തമാണ്. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇണകൾക്കുള്ള അവകാശങ്ങൾ കൃത്യമായി അവിടുന്ന് പാലിച്ചു. മദീന പള്ളിക്ക് ചുറ്റും തൻ്റെ ജീവിച്ചിരിക്കുന്ന ഇണകൾക്ക് ഹുജറകൾ, താമസിക്കാനുള്ള മുറികളും സൗകര്യങ്ങളും അവിടുന്ന് ഏർപ്പെടുത്തി കൊടുത്തു. അവർക്ക് ചെലവിന് വേണ്ട സംഖ്യ അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തു. രാവിലെയും വൈകുന്നേരവും തൻ്റെ ഭാര്യമാരെ സന്ദർശിക്കുകയും അവരുടെ വിശേഷം അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്തു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാത്രിയിൽ ഇബാദത്തിൽ കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഞാൻ രാത്രിയിൽ നമസ്കാരത്തിൽ മുഴുകിക്കോട്ടെ, നീ സമ്മതം നൽകുമോ എന്ന് സമ്മതം ചോദിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിന്റെയും ഉദാഹരണം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഖദീജ എന്ന് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ, ഖദീജ മരിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും അവിടുത്തെ കണ്ണുകൾ നിറയുമായിരുന്നു, അവിടുത്തെ ചുണ്ടുകൾ വിറക്കുമായിരുന്നു. ഖദീജയെ കുറിച്ച് പറയുമ്പോൾ വാചാലമാകുമായിരുന്നു. അത്രയും അധികം തൻ്റെ ഇണകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയുണ്ടായി. വീട് വിട്ട് പള്ളിയിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ ഇറങ്ങുമ്പോൾ തൻ്റെ ഭാര്യമാരോട് പറഞ്ഞുകൊണ്ട്, സലാം പറഞ്ഞ്, അവരെ ചുംബിച്ചുകൊണ്ട്, ഈവൻ അത് നോമ്പാണെങ്കിലും വുളു എടുത്ത് പള്ളിയിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ പോലും തൻ്റെ ഭാര്യമാരെ ചുംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോകുമായിരുന്നു എന്നുള്ളതാണ്. അവർ കുടിച്ച അതേ ഭാഗത്ത് ചുണ്ടുവെച്ച് കുടിക്കുമായിരുന്നു. അവർ തേച്ച ബ്രഷ് ഉപയോഗിച്ച് പ്രവാചകൻ പല്ല് തേക്കുമായിരുന്നു. മരണത്തിന്റെ അവസാന സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്റെയും പ്രവാചകന്റെയും ഉമിനീര് അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്മിൽ ചേർത്ത് നൽകി എന്നാണ്. തൻ്റെ വായിൽ വെച്ച് ചവച്ച് പാകപ്പെടുത്തിയ മിസ്വാക്ക് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ അവർ ബ്രഷ് ചെയ്തു കൊടുത്ത ആ സുന്ദരമായ നിമിഷത്തെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ സ്മരിക്കുന്നത് ഈ ഒരു സമയത്ത്. അതിലൊന്നും ഒരു മടിയുമില്ല. എൻ്റെ പാതി എന്ന് പറയുമ്പോൾ ജീവനേക്കാൾ സ്നേഹിച്ചുകൊണ്ട്, യാതൊരുവിധ തരത്തിലുമുള്ള അകൽച്ചയുമില്ലാതെ, വെറുപ്പുള്ള ഒരു ചെറിയ പോയിന്റ് പോലും ഇല്ലാതെ, ഒരു പാർട്ട്ണറെ എങ്ങനെയാണോ ഏറ്റവും മാന്യമായി ട്രീറ്റ് ചെയ്യേണ്ടത് ആ നിലക്ക് തന്നെ സ്നേഹവും കാരുണ്യവും
പരസ്പരം കൂട്ടിച്ചേർത്ത് അത് എല്ലാവർക്കും വീതം വെച്ച് നൽകുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അവരുടെ മടിയിൽ കിടക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അവർക്ക് മെൻസസ് പീരീഡ്സ് വരുന്ന സമയത്ത് അവരെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവരുടെ മടിയിൽ കിടന്ന് ഖുർആൻ ഓതും. അവരെ തങ്ങളുടെ വിരിപ്പിലേക്ക് ക്ഷണിച്ച് അവർക്ക് സമാധാനം കൊടുക്കും. ആ സമയത്തുണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷനെ അള്ളാഹുവിന്റെ പ്രവാചകൻ അക്സെപ്റ്റ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സമാധാനം കൊടുക്കും. യാത്രകളിലും മറ്റുമൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കും. ആയിഷ, സമാധാനിക്ക്, ആദമിന്റെ പെൺമക്കൾക്ക് പടച്ചറബ് സംവിധാനിച്ച ഒരു പ്രകൃതിയായിട്ടുള്ള ഒരു സംഗതിയാണിത്, അതുകൊണ്ട് നീ ക്ഷമിക്ക്, നീ തവാഫ് ഒഴികെയുള്ള ബാക്കി കർമ്മങ്ങൾ ചെയ്തോളൂ എന്ന് ആയിഷ ബീവിക്ക് സമാധാനം കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു സന്ദർഭത്തിലും ഒരു ഇണ എന്താണോ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം മെന്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി ഏതെല്ലാം നിലക്ക് ഒരു ഭാര്യയ്ക്ക് കെയർ കൊടുക്കണമോ അതെല്ലാം ഭംഗിയായി കൊടുത്ത ഏതൊരു ഭർത്താവിനും ഏതൊരു ഭാര്യയ്ക്കും നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം കാഴ്ചവെച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ, തൻ്റെ ഇണകളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവരോടൊപ്പം കുളിച്ചു, അവരോടൊപ്പം കളിച്ചു. അവരെ ഏറ്റവും നല്ല വാക്കുകൾ, പേരുകൾ, അവരെ മാത്രം വിളിക്കാൻ, നബി മാത്രം വിളിക്കുന്ന ചില പേരുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുകയുണ്ടായി. ഏത് സമയത്തും അവരെന്തു പറഞ്ഞാലും നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ ഒരുപാട് ടെൻഷനിലാണ്, പുറത്ത് എൻ്റെ സ്വഹാബത്ത് പീഡനത്തിലാണ്, ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലാണ്, അതിൻ്റെ ഇടക്കാണോ നിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിക്കാതെ ഏത് സമയത്തും അവർക്ക് പറയാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമായിരുന്നു. ഇണകളുടെ ജോലിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സഹായിക്കുമായിരുന്നു. എത്ര തിരക്കുള്ള വ്യക്തിയാണ്, എന്നിട്ട് പോലും വീട്ടു ജോലിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ സഹായിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, അത്ഭുതമല്ലേ? 9 ഭാര്യമാർ ഒരേ സമയത്തുണ്ടായിട്ടും ഒരു ഭാര്യയെയോ തൻ്റെ ഏതെങ്കിലും ഒരു ജോലിക്കാരനെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല്ലിയില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ അത്ഭുതമാണ്. ഒരു തരത്തിലുമുള്ള ഒരു വേദന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വാക്ക് കൊണ്ടോ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇണകൾക്കുണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. മാത്രവുമല്ല, ഭാര്യമാർ തിരിച്ച് കോപിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പക്വമായി വിവേകപൂർണമായിട്ടാണ് പെരുമാറിയതും പ്രതികരിച്ചതുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു തവണ കോപം പ്രകടിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ഉമ്മ ഇന്ന് അല്പം ക്ഷുഭിതയാണല്ലോ എന്ന് പറയുകയാണ് ചെയ്തത്. അതല്ലാതെ ആ കോപത്തെ ഇരട്ടിയാക്കുന്ന വിധത്തിൽ അവിടെ പരസ്പരം തമ്മിലടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കല്ല ചെയ്തിട്ടുള്ളത്. പരസ്പരം സന്തോഷം പങ്കുവച്ചു. അവർക്ക് ഹലാലായിട്ട് കാണാനും ആസ്വദിക്കാനും കേൾക്കാനും പറ്റിയ എല്ലാ അവസരങ്ങൾക്കും റസൂലുള്ളാഹി പെർമിഷൻ കൊടുക്കുകയുണ്ടായി. സ്നേഹത്തോടെ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുത്തു. അവരുടെ നന്മക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഫീലിങ്സിനെയും മനസ്സിലാക്കി. ആയിഷ, നിനക്കെന്നെ ഇഷ്ടമുള്ളപ്പോഴും നിനക്കെന്നോട് നീരസമുള്ളപ്പോഴും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയാണ്. അതെങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നീ മുഹമ്മദ് നബിയുടെ പടച്ചോ എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും നിനക്ക് എന്നെ നല്ല ഇഷ്ടമുണ്ട്. ഇബ്രാഹിം നബിന്റെ പടച്ചോന്ന് നീ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും നിനക്ക് എന്നോട് എന്തോ നീരസമുണ്ട്. നോക്കൂ, സ്വന്തം ഇണയുടെ ഫീല് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ഭാര്യമാരും ഭർത്താക്കന്മാരും ജീവിക്കുന്നുണ്ട്. അയാൾക്ക് എൻ്റെ ഫീല് മനസ്സിലാകുന്നില്ല, അയാൾക്ക് എൻ്റെ വികാരം മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പച്ച മലയാളത്തിൽ വിവരിച്ചു കൊടുത്തെങ്കിലേ മനസ്സിലാകൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒത്തുപോകില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സൂചനകളിൽ നിന്ന് തൻ്റെ ഭാര്യമാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും രോഗമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കരഞ്ഞാൽ കണ്ണുനീര് തുടച്ച് തോളിലേക്ക് ചേർത്ത് വെച്ച് അവരെ സമാധാനിപ്പിക്കും. അവർക്ക് രോഗം ബാധിച്ചാൽ അവർ അടുത്തു പോയിരിക്കും, അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകും, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. രോഗം മാറാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ അവിടെ നിർവഹിക്കും എന്നുള്ളതാണ്. ഏറെ തിരക്ക് പിടിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ സമയം മൾട്ടി ടാസ്കിംഗ് എന്ന് പറയാൻ പറ്റിയ രൂപത്തിൽ നിരവധി ഉത്തരവാദിത്തങ്ങളുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ വൃത്തിയായി വെടിപ്പായും തൻ്റെ ഭാര്യമാരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി എന്നതാണ്. എൻ്റെ ഭാര്യമാർ എൻ്റെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ മനോഹരമായി കുളിച്ച് വൃത്തിയായി വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്തത് പല്ല് തേക്കലായിരുന്നു. പല്ലുവായ വൃത്തിയാക്കി കുളിച്ച് വൃത്തിയായി നല്ല വേഷം ധരിച്ച് മുടി ചീകി ഒതുക്കി
ഏറ്റവും നല്ല സുമുഖനായിട്ടാണ് തൻ്റെ ഭാര്യമാരുടെ മുമ്പിൽ അവിടുന്ന് രംഗപ്രവേശനം ചെയ്തിരുന്നത്. സ്നേഹമുണ്ട് എന്ന് ജൽപ്പിക്കുകയല്ല, മറിച്ച് അത് കൃത്യമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ അവർക്ക് വേണ്ടതെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവരൊരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം കാര്യവും തമാശയും കളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരുടെ കൂടെ ജീവിച്ച് കാണിച്ചു എന്നുള്ളതാ. റസൂൽ അങ്ങോട്ട് തമാശ പറയും, ഭാര്യമാർ ഇങ്ങോട്ട് തമാശ പറയുന്നത് കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുമായിരുന്നു. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയാണ് പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരു കന്യകയായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒരു പുനർവിവാഹമാണ് ബാക്കി എല്ലാതും. അതുകൊണ്ട് തന്നെ ആയിഷ ബി ഒരിക്കൽ നബിനോട് ചോദിച്ചു, നബിയെ, നിങ്ങളിങ്ങനെ പോകുമ്പോൾ 2 തോട്ടം, ഒരു തോട്ടത്തിൽ ആടുകളൊക്കെ മേഞ്ഞിട്ടുണ്ട് കുറേ, മറ്റൊരു തോട്ടം ഫ്രഷാണ്, നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ ഏതിലേക്കാണ് ഇറക്കുക? റസൂൽ പറഞ്ഞു, മേയാത്ത തോട്ടത്തിലേക്കാണ്, ആടുമാടുകൾ മേയാത്ത ഫ്രഷായ പച്ച പുല്ലുകളുള്ള ആ ഭാഗത്തേക്കാണ് ഞാൻ എൻ്റെ മാടുകളെ ഇറക്കുക എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, അതെൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ് ഉണ്ടായത്. അതായത് അവർ നർമ്മത്തിൽ സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ അല്ല, മറിച്ച് ആ സമയത്ത് എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. പലപ്പോഴും ഭർത്താവ് സംസാരിക്കുമ്പോൾ, ഭാര്യ സംസാരിക്കുമ്പോൾ നമ്മൾ മറുത്തു പറയാ ചെയ്യുക, മറുപടി പറയാ ചെയ്യുക, പറയുന്നത് എഗെയിൻസ്റ്റ് പറയാ ചെയ്യുക, നീ മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് അടിച്ചമർത്തുക ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അപ്പുറത്തുള്ളതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് വിചാരങ്ങളുണ്ട്, ദുഃഖങ്ങളും സന്തോഷങ്ങളുമുണ്ട്. അതിനെ ഞാനല്ലാതെ വേറെ ഒരാളും കാണാനില്ലെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ കാരുണ്യവും സ്നേഹവും പ്രകടമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇണകളോടാണെങ്കിൽ ഇനി മക്കളോട് നോക്കൂ. നിങ്ങൾ മക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മക്കളെ ഉമ്മ വച്ചപ്പോൾ അഖ്റബിന് ഹാബിസ് ചോദിച്ചു നബിനോട്, നബിയെ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയാണോ? എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഞാൻ ചുംബിക്കാറില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പടച്ചോൻ ഒരാളുടെ ഹൃദയത്തിൽ വെക്കുന്ന റഹ്മത്താണ്. സ്വന്തം മക്കൾ നമുക്ക് വിലപ്പെട്ടതാണ് അല്ലേ? എത്രയോ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കഴിച്ചു കൂട്ടുന്ന പാവങ്ങളെ പടച്ചറബ് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ കാണുമ്പോഴാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് അനുഗ്രഹമായി കാണുക. ആ മക്കൾ പടച്ചറബ് നമുക്ക് നൽകിയ ആ മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരോട് കരുണ കാണിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കേണ്ട. ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയുഖിർ കബീറന, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പെൺമക്കളെ ചേർത്ത് പിടിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. അവരെ നരകത്തീയിൽ നിന്ന് പരിചയായിരിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ട പിന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, അവർക്ക് ദീന് കൊടുത്തു, അവർക്ക് ദുനിയവിയായിട്ട് നല്ല ഇണകളെ വെച്ചു കൊടുത്തു. മരിച്ചു തൻ്റെ ആൺമക്കൾ എല്ലാവരും മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നിറച്ചു. അവിടുത്തെ വാക്കുകൾ ഇടറിപ്പോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ കരയുകയാണോ? അവിടുന്ന് പറയുകയുണ്ടായി, കണ്ണുകൾ മനസ്സ് വേദനിക്കും, കണ്ണുകൾ നിറയും, പക്ഷേ പടച്ചറബിന് ഇഷ്ടമില്ലാത്തൊരു വാക്കും എൻ്റെ നാവിന്ന് പുറത്തു വരൂല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ ആൺമക്കൾ മരിക്കുമ്പോഴും അവിടുന്ന് കണ്ണുകൾ നിറക്കുകയുണ്ടായി. അതെല്ലാം റഹ്മത്താണ് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളോട് അനീതി കാണിക്കരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്, അവർക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. വല്ലതും ചൂണ്ടിയിട്ട് ദാ ഓടിവാ എന്ന് പറയുമ്പോൾ കയ്യിലൊന്നുമില്ലാതെ നിങ്ങളവരെ വിളിച്ചു പറ്റിക്കരുത് എന്നുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഓരോ ഏജിലും കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ആ ഉപദേശങ്ങളെല്ലാം മൊത്തത്തിൽ വായിക്കുമ്പോൾ ഒരു കുഞ്ഞിനോട് എത്ര സ്നേഹം കാണിക്കണമെന്ന് അല്ലേ? പിഞ്ചു പൈതങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന സംഭവങ്ങൾ അനുദിനം നമ്മൾ കാണുമ്പോൾ, അതിന് പല കാരണങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ എത്രത്തോളം സ്നേഹത്തോടുകൂടെയാണ് കാണുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം മക്കളെ അവിടുന്ന് ധാരാളമായി സ്നേഹിച്ചു. ചെറുപ്പത്തിൽ മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ കുട്ടിയായിട്ടും ചേർത്ത് പിടിച്ചു. ഫാത്തിമയുടെ വികാരങ്ങൾ തൊട്ടറിഞ്ഞു, അവിടുത്തെ പ്രയാസങ്ങൾ കേട്ടുകൊടുത്തു, സ്നേഹം പങ്കുവച്ചു. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ പോലും ഫാത്തിമയെ വിളിച്ച് സ്വകാര്യം പറഞ്ഞത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്, കേട്ടവരാണ്. അത്രയും അധികം തൻ്റെ രക്തത്തിൽ പിറന്ന മക്കളെ ചേർത്ത് പിടിച്ച് അവരോട് വാത്സല്യവും സ്നേഹവും കരുണയും കാണിച്ച റസൂലിൻ്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ പേരമക്കൾ ഷോൾഡറിൽ കയറിയിരിക്കുകയായിരുന്നു.
നബിയെ നിങ്ങൾ എന്താണ് ഒന്നും അവരെ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത് ഹസൻ എൻ്റെ സുഗന്ധമാണ് എന്നാണ്. അത്രയും അധികം ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം മക്കളെയും പേരമക്കളെയും അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ മക്കളെയും അവിടുന്ന് അങ്ങേയറ്റം സ്നേഹിച്ചു. കുട്ടികളോട് സലാം പറയും, അവരെ ചേർത്ത് പിടിക്കും, അവരുടെ തലയിലൂടെ തലോടും, അവരോട് വിശേഷങ്ങൾ ചോദിക്കും. നിന്റെ പക്ഷിയുടെ വിശേഷം എന്താണ്, നിന്റെ പൂച്ചക്കുട്ടിയുടെ വിശേഷം എന്താണ്, ഇതൊക്കെ ചോദിക്കുമായിരുന്നു. അവരെ മടിയിലിരുത്തി പ്രാർത്ഥിക്കും. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സെയ്ദിന്റെ മകനാണ് ഉസാമ. ആ ഉസാമയുടെ മൂക്കൊലിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പിടിച്ചു കൊടുത്തിരുന്നത്. അവിടുന്ന് മടിയിൽ കയറ്റിയിരുത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നബിയിലേക്ക് ചേർത്ത് വെക്കുമായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദിനെ. എന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ റഹംഹുമാ, അള്ളാഹുവേ ഇവർക്ക് രണ്ടുപേർക്കും, ഒരു തുടയിൽ ഹസനെയും മറ്റേ തുടയിൽ ഉസാമയെയും, ഒന്ന് പേരക്കുട്ടിയാണ് മറ്റൊന്ന് സെയ്ദിന്റെ മകനാണ്, രണ്ടുപേരെയും ഓരോ തുടയിൽ കയറ്റിയിരുത്തിയിട്ട് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് സ്വഹാബിമാർ ഉദ്ധരിക്കുന്നത്, ഉസാമത്ത് ബിൻ സെയ്ദ് തന്നെ പറയുന്നത് റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ കാരുണ്യം മക്കൾക്ക് എത്രത്തോളം കിട്ടിയെന്നുള്ള, സ്വന്തം വീട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ആ നാട്ടിലുള്ള മുഴുവൻ കുട്ടികൾക്കും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധത്തിനുള്ള മുറവിളി ഉണ്ടാകുമ്പോൾ പിഞ്ചു മക്കൾ വരെ നബിയുടെ കൂടെ നിന്ന് പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടാൻ തയ്യാറായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ പിഞ്ചു മക്കളുടെ ഹൃദയത്തിൽ പോലും ഒരു ഹീറോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഹീറോ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളോട് യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബവായിലൂടെ കടന്നു പോകുമ്പോൾ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹിനോട് പെർമിഷൻ ചോദിച്ചു. ഖബർ സന്ദർശിച്ചു. ഖബറിങ്കലെത്തി പ്രവാചകൻ കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ ഖബറിങ്കൽ കരയുകയാണോ? അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിനോട് ഞാൻ ഖബർ സന്ദർശിക്കാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ പെർമിഷൻ കിട്ടി. എന്നാൽ എൻ്റെ മാതാവിന് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എനിക്ക് അനുവാദം തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ള കരഞ്ഞത് എങ്കിൽ ഒരു മകന് ആ ചെറുപ്പത്തിൽ തന്നെ ഒരു ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട കാര്യമായ കെയറോ അവർക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളോ ഒക്കെ സഹിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും കിട്ടിയ ചുരുങ്ങിയ വർഷം ആ ഉമ്മ തനിക്ക് പകർന്നു നൽകിയ ആ ഒരു കാരുണ്യത്തിന് പകരമായി തിരിച്ച് കാരുണ്യം ചൊരിയുന്ന ഒരു മകനെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ കാണുന്നത്. യുദ്ധത്തിന്റെ പ്രതിഫലം അറിഞ്ഞ് യുദ്ധം ചെയ്യാൻ ഓടി വന്ന ഒരു സ്വഹാബി, ഒരു അനുചരൻ, അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്, അവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട്, ആ സ്വഹാബിയോട്, ആ അനുചരനോട് പ്രവാചകൻ പറഞ്ഞത്, ഇർജ, താങ്കൾ മടങ്ങണം, എന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് താങ്കൾ ജിഹാദ് ചെയ്യണമെന്നാണ്. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ച് അവരെ പോറ്റി വളർത്തി അവരെ പരിചരിച്ച് നീ എന്ത് ചെയ്യണം? ജിഹാദിൽ ഏർപ്പെടണമെന്നാണ്. ജിഹാദ് എന്ന വേർഡ് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വേർഡാണ്. കൊല്ലലും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യലുമാണ് ജിഹാദ് എന്ന് തെറ്റിദ്ധരിച്ചവർ ഈ ചരിത്ര പാഠങ്ങളെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. പ്രായമായ തൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നത് യുദ്ധഭൂമിയിൽ പോരാടി മരിക്കുന്നതിനേക്കാൾ വലിയ ജിഹാദാണെന്ന് തൻ്റെ അനുചരനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ കാണാം. ഹിജ്റക്ക് തയ്യാറായി, അതായത് ദേശപരിത്യാഗത്തിന് വേണ്ടി, ആദർശ സംരക്ഷണത്തിന് വേണ്ടി ദേശത്യാഗം ചെയ്യാൻ വേണ്ടി സന്നദ്ധനായി വന്ന ഒരു സ്വഹാബിയോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറായിരിക്കുകയാണ്, പക്ഷേ എൻ്റെ മാതാവും പിതാവും കരയുന്നുണ്ടായിരുന്നു റസൂലേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജ ഇലൈഹിമാ, നീ അവരിലേക്ക് തിരിച്ചു പോകൂ, എന്നിട്ട് നീ അവരെ കരയിപ്പിച്ചതുപോലെ നീ അവരെ ചിരിപ്പിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പാരൻസിനുള്ള വാല്യൂ എത്രത്തോളമാണ്. ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ക്ലേശം സഹിച്ച അവർക്ക് വലിപ്പത്തിൽ നിങ്ങൾ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചിടണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ഏറ്റവും കടപ്പാട് പടച്ചവനോടും റസൂലിനോടുമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസിനോട്, ഉമ്മുക 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 സുമ്മ അബൂക, നിന്റെ മാതാവിനോട് പിന്നീട് നിന്റെ പിതാവിനോട് എന്ന് ആ കടപ്പാട് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടെല്ലാം കാരുണ്യത്തോടെ വർത്തിക്കുകയാണ്. ഉറ്റവരോട്, അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതൽക്കേ നബിയുടെ കൂടെ ഉള്ള ആളാണ്.
അദ്ദേഹം പറയാണ്, മാ റഅയ്തു അഹദൻ കാന അർഹമു ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ സ്വന്തം കുടുംബത്തോട് ഏറ്റവും കാരുണ്യത്തോടെ വർത്തിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. എന്നെന്താ, നമുക്കൊരു ജോലിയും വരുമാനവും സമ്പത്തും അത്യാവശ്യം നല്ല സൗകര്യവും സെറ്റപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈവൻ രക്തബന്ധുക്കളായ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ് പോലും നമുക്ക് വേണ്ടാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ചേർത്ത് പിടിച്ചു. സ്വന്തം ആശയത്തിലല്ല, ആദർശത്തിലല്ല, മാതാവും പിതാവും കുടുംബങ്ങളും എന്നറിഞ്ഞിട്ട് പോലും നീ അവരുമായുള്ള ബന്ധം ചേർക്കുക തന്നെ വേണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഉപദേശങ്ങൾ സഹോദരന്മാരെ, ഈ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയൽവാസി, ഏറ്റവും തൊട്ടടുത്ത അയൽവാസി അബൂലഹബാണ്. സ്വന്തം പിതാവിൻ്റെ സഹോദരനാണ്. പക്ഷെ അവരിൽ നിന്നാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായത്. ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും, ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുമ്പോഴും, ഇങ്ങോട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ പോലും ഉമ്മു ജമീൽ, അതായത് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ, എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് നബിയുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് നബി വരുന്ന വഴിയിൽ കാത്തുനിന്ന് റസൂലിന്റെ ദേഹത്തേക്ക് ചപ്പ് ചവർ വാരിയിടുമ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സൗമ്യനായി നിൽക്കുകയാണ്. വളരെ പക്വതയോടെ പ്രതികരിക്കുകയാണ്. തിരിച്ചടിക്കാൻ ഒരുപക്ഷെ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭത്തിലും അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരോടൊക്കെ നല്ല ബന്ധം ചേർക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, അറിഞ്ഞ് മനസ്സിലാക്കിയതാണല്ലോ. വളരെയധികം പ്രയാസപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹ് മുറ്റത്തിറങ്ങിയിട്ട് അവരോട് ചോദിക്കും, അയ്യ ജിവാരിൻ ഹാദാ, ഇതെന്ത് അയൽവാസി ബന്ധമാണ്, ഇങ്ങനെയൊക്കെയാണോ അയൽവാസി ബന്ധം എന്ന് ചോദിക്കുക മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, വൃദ്ധന്മാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? മക്ക ജയിച്ചടക്കി പ്രവാചകന്റെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയസ്സായ തൻ്റെ പിതാവ് അബൂ ഖുഹാഫയെ കൊണ്ടുവരികയാണ്. താടിയും തലയും നരച്ച് തൊലി ചുക്കിച്ചൊളിഞ്ഞ് മര്യാദക്ക് നടക്കാൻ പോലും കഴിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അബൂബക്കർ, താങ്കൾ എന്തിനാണ് ഈ വയസ്സായ പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നാണ്. അധികാരം കിട്ടിയാൽ സ്വഭാവം മാറുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ ചരിത്രം പഠിക്കേണ്ടതാണ്. 13 കൊല്ലം 13 കൊല്ലം കഷ്ടപ്പെടുത്തിയ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, ആ രാജ്യത്തെ തന്നിലേക്ക് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ റസൂലുള്ളാഹി വിനയാന്വിതനാവുകയാണ് ചെയ്തത്. തലകുനിച്ചുകൊണ്ടാണ് മക്കയിലേക്ക് കടന്നു വന്നത്. വൃദ്ധനായ അബൂ ഖുഹാഫയെ കൊണ്ടുവന്ന അബൂബക്കറിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുത്തുകയാണ്. ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈതി ഹത്താ അകൂന അന ആതീഹി ഫീഹി, അദ്ദേഹത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രവുമല്ല, അവിടുന്ന് പഠിപ്പിച്ചു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമ ദിശൈബ, നരച്ചവരെ, പ്രായമായവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് പടച്ചോന്റെ അടുക്കൽ ഏറ്റവും മഹനീയമായ കാര്യമാണെന്നുള്ളതാണ്. പാവങ്ങളോട്, അതുപോലെ തന്നെ വയസ്സായവരോട് കരുണയോടെ വർത്തിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യതീമുകളോട്, വിധവകളോട്, പാവങ്ങളോട്, അഗതികളോട്, അനാഥകളോട്, എല്ലാവരോടും. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിച്ചു. അദ്ദേഹത്തിന് യതീം മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങളെ എന്താണ് ആകുലപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത്? അവർ പറഞ്ഞു, അൽ ഐല ഫഖറാൻ, ഈ മക്കളെ ഞാൻ എങ്ങനെ പോറ്റുമെന്നാണ് എൻ്റെ മനസ്സിലുള്ള പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന വലിയുഹും ഫിദ്ദുന്യ വല്ലാഖിറ, നീ അത് ഭയക്കണ്ട. അവരുടെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ യതീം മക്കൾ ഇനി അനാഥരായി പോകുമെന്ന്, അവർ പട്ടിണി കിടക്കുമെന്ന്, അവർ പ്രയാസപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അന വലിയുഹും ഫിദ്ദുന്യ വല്ലാഖിറ, ഞാൻ അവർക്കുണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനായിട്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ വന്നിട്ട് നബിനോട് പറയാം, നബിയെ, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു കുടുസത അനുഭവപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, യതീം മക്കളുടെ തലയിലൂടെ താങ്കളുടെ കൈകൾ തലോടൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫക്കീറുകളെ കാണുമ്പോൾ അവർക്ക് വേണ്ട സഹായം ധനാഢ്യന്മാരോട് ചോദിച്ച് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ധനാഢ്യന്മാരും പാവപ്പെട്ടവരും തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള ഫൈറ്റും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം സംഭവങ്ങളെ സഹോദരന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ പറയാണ്, ഉമർ, താങ്കൾ അല്പം പവറുള്ള വ്യക്തിയാണ്,
താങ്കൾ തവാഫ് ചെയ്യുമ്പോൾ ദുർബലരായ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് താങ്കൾ ഉറപ്പിക്കണമെന്നാണ്. ദുർബലരോടൊപ്പം, പാവങ്ങളോടൊപ്പം, യതീമുകളോടൊപ്പം, അഗതികളോടും അനാഥകളോടും വിധവകളോടുമൊപ്പം അവരുടെ വേദന കണ്ടു മനസ്സിലാക്കി അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുത്ത ഒരു മഹാനായ പ്രവാചകന്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നത്. സഹോദരന്മാരെ, അസ്സാഇലിൽ അർമില, അർമിലത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പരിശ്രമിക്കുന്ന ആള്, വൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്നയാള്, കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവരെ പോലെയാണ്. അവൽ ഖായിമിൽ ലൈൽ അസ്സായിമുൻ നഹാർ, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നതിനും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനും തുല്യമാണ്. ഇതുപോലത്തെ പിന്നെ വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, റസൂൽ അങ്ങനെ നടന്നു പോകുമ്പോൾ അബൂ മസ്ഊദ് അദ്ദേഹത്തിന്റെ അടിമയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂ മസ്ഊദിനെ വിളിച്ചു, അദ്ദേഹം കേട്ടില്ല. കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന് വിളിച്ചു, കേട്ടില്ല. കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന് കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു, യാ അബാ മസ്ഊദ്. നബിയുടെ ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. കയ്യിൽ നിന്ന് ചാട്ടവാർ താഴെ വീണു. അദ്ദേഹം ആകെ പേടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, ഈ കുട്ടിയെ നീ തല്ലുമ്പോൾ ആ കുട്ടിക്ക് നിന്നെ തിരിച്ചു തല്ലാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, തിരിച്ചു തല്ലാൻ കഴിയാത്ത ഈ കുഞ്ഞിനെ നീ വേദനിപ്പിക്കുമ്പോൾ നിന്നെ തിരിച്ചടിക്കാൻ പടച്ചറബ് കഴിവുള്ളവനാണെന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് ആ കുട്ടിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഇനി മേലിൽ ഒരാളെയും ഞാൻ അടിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുല്ലാഹു തഹ്ത ഐദീകും, നിങ്ങളുടെ കരങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞു പോകുന്ന നിങ്ങളുടെ ജോലിക്കാരും നിങ്ങളുടെ അടിമകളും നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഫല്യുത്ഇംഹു മിമ്മാ യഅകുൽ ഫല്യുൽബിസ്ഹു മിമ്മാ യൽബസ് വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ തിന്നുന്നെങ്കിൽ അവരെ തീറ്റിക്കണം, നിങ്ങൾ കുടിക്കുന്നെങ്കിൽ അവരെ കുടിപ്പിക്കണം, നിങ്ങൾ ധരിക്കുന്നത് അവരെ ധരിപ്പിക്കണം, അവർക്ക് കഴിയാത്ത ജോലിക്ക് നിങ്ങൾ അവരെ നിർബന്ധിക്കരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ നബിയുടെ കൂടെ കൂടിയ ആളാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ കൊടുത്തിരിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ നബിക്ക് സേവനം അനുഷ്ഠിച്ചു. ഫമാ ഖാല ലി ഉഫിൻ ഖത്തു വമാ ഖാല ലി ഷൈഇൻ സനഅതു ലിമ സനഅത വലാ ലി ഷൈഇൻ തറക്തു ലിമ തറക്ത. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കീഴിൽ ഞാൻ 10 കൊല്ലം ജോലി ചെയ്തിട്ട് ഒരു കാര്യം ചെയ്താൽ നീ എന്തിനങ്ങനെ ചെയ്തു, ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നീ എന്തിനങ്ങനെ ചെയ്തില്ല, ഛേ എന്ന ഒരു വാക്ക് പോലും പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തൊഴിലാളികളുള്ള മുതലാളിമാർ, ജോലിക്കാരുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ എങ്ങനെയാണ് അവരെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള കാര്യം. അല്ലേ, നമ്മൾ കുറച്ച് ഹാഷായെങ്കിൽ അവർ നമ്മളെ അനുസരിക്കുള്ളൂ, ബഹുമാനിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ടൈറ്റ് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ചിരിക്കാനോ അവരുടെ അവസ്ഥകളൊന്ന് അന്വേഷിക്കാനോ പോലും മനസ്സ് കാണിക്കാത്ത ഹാർഡായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ 10 കൊല്ലം തൊഴിലെടുത്തിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അഭിമാനത്തോടെ പറയാണ്, ഒരു വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല എന്നാ. കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള സ്വഹാബത്ത് അവരെ നന്മ പഠിപ്പിക്കുമ്പോൾ, തിന്മ തടുക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച ധാരാളം ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. നിസ്കാരത്തിൽ അബദ്ധം ചെയ്ത സ്വഹാബിയെ മറ്റു സ്വഹാബത്തൊക്കെ പേടിപ്പിച്ചപ്പോൾ റസൂൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. അദ്ദേഹം പറയാൻ, നബിയെ പോലെ നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ. കാരണം എന്താ, അള്ളാഹ് പറഞ്ഞിരിക്കുകയാണ്, വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ നിന്റെ ചിറകിനെ നീ വിരിച്ചിടണമെന്ന് അള്ളാഹിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന കൃത്യമായി പാലിച്ചു. പുറത്തു നിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ അവർക്ക് നബിനെ പ്രത്യേകം മനസ്സിലാവില്ല. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായിട്ടുള്ള കിരീടം ചാർത്തിയിട്ടൊന്നുമല്ല നിൽക്കണേ. സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. പുറത്തു നിന്നൊരാൾ വന്നാൽ അവർ ചോദിക്കുമായിരുന്നു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന്. അത്രയും അള്ളാഹുവിൻ്റെ റസൂൽ സാധാരണക്കാരിലേക്ക് ഇഴകിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. നാട്ടിൽ എന്തെങ്കിലും ഭീതി ഉണ്ടാകുമ്പോൾ അതാദ്യം പോയി അന്വേഷിക്കുന്ന റസൂലാണ്. ഓൺലൈനിൽ ആരെങ്കിലും വിളിച്ച് അറിയിക്കല്ല, ലൈവ് കണ്ട് AC റൂമിൽ ഇരിക്കല്ല, മറിച്ച് ആളുകൾക്ക് ഭീതിതമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആദ്യം പുറപ്പെട്ട് പ്രശ്നമില്ല, പ്രയാസമില്ല, സേഫായിരിക്കൂ എന്ന് ആളുകൾക്ക് സുരക്ഷയുടെ നോട്ടീസ് ആദ്യം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരന്മാരെ, ഈ പ്രവാചകനെ നമ്മൾ പഠിക്കേണ്ടതാണ്. നോക്കൂ, ശത്രുക്കളോടെങ്കിലും
ശത്രുത ഇല്ലാത്ത ആൾക്കാരുണ്ടാവോ? എന്നാൽ ആ ശത്രുക്കളോട് പോലും വാത്സല്യവും സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവുമാണ് അവിടുന്ന് കാണിച്ചിട്ടുള്ളത്. തൻ്റെ വാള് പിടിച്ച് ആര് എന്നിൽ നിന്ന് നിന്നെ തടയുമെന്ന് ചോദിച്ചപ്പോൾ അല്ലാ 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 എന്ന് 3 തവണ പറഞ്ഞ റസൂലിന്റെ മുമ്പിൽ കയ്യിൽ നിന്ന് വാള് വീണു. ആ വാളെടുത്ത് റസൂലുള്ള തിരിച്ചു ചോദിക്കുകയാണ്, ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, പ്രവാചകൻ മുഹമ്മദ് താങ്കളിൽ നിന്ന് ഏറ്റവും മാന്യമായ പ്രതികരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാളെ വിട്ടേക്കുകയാണ്. സുഹൃത്തുക്കളെ, നാട്ടിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണെന്ന് തെറ്റുദ്ധരിച്ചവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, തൻ്റെ മുന്നിൽ തന്നെ കൊല്ലാൻ വാളോങ്ങിയവനെ പൊയ്ക്കോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ട 13 കൊല്ലം കൊല ചെയ്ത ആളുകളെ തന്റെ കാൽ കീഴിൽ കിട്ടിയിട്ട് ഹാദാ യൗമുൽ മൽഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, ഇന്ന് കശാപ്പിന്റെ ദിവസമാണ്, മനുഷ്യ മാംസം വെട്ടി നുറുക്കുന്ന ദിവസമാണ് എന്ന് ആളുകൾ പറഞ്ഞപ്പോ അല്ല, ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന് പ്രഖ്യാപിച്ച തന്റെ മുന്നിൽ വിറപൂണ്ടൊരു മനുഷ്യനെ നിൽക്കുമ്പോ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വിറക്കുന്നത്? ഞാനൊരു രാജാവല്ല. ഈ മക്കയുടെ തെരുവിൽ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ഒരു സാധാരണ പെണ്ണിന്റെ മകനായി പിറന്നവനാണ് ഞാൻ. എന്റെ മുന്നിൽ നിങ്ങൾ വിറക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അധികാരം കിട്ടിയ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അധികാരമില്ലാത്ത വ്യക്തിയല്ല, അധികാരം കിട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. ദൗസ് ഗോത്രം നബിക്കെതിരെ പ്രവർത്തിക്കുന്നു, അവർക്കെതിരെ പ്രാർത്ഥിക്കണമെന്ന് റസൂലിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ ഒരുമ്പിട്ടു. കൂടി നിന്ന ആളുകൾ പറഞ്ഞു, ഹലകത്ത് ദൗസ് നശിച്ചു പോകും. കാരണം റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹദി ദൗസാ, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണമേ. എതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു റസൂലിനോട്. മുശ്രിക്കീങ്ങൾക്ക്, ബഹുദൈവാരാധകർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നി ലം അബഅസ് ലആനൻ വഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത്, ഞാൻ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ സന്നദ്ധത കാണിച്ചില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ. എത്രത്തോളം ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞോടിച്ചിട്ട് ജിബ്രീലും അതുപോലെ തന്നെ പർവ്വതത്തിന്റെ മലക്കും വന്ന് മുഹമ്മദ് അഖ്ശബൈൻ, 2 മലകൾ ഇവരുടെ മേലെ തള്ളിയിട്ട് നശിപ്പിക്കാൻ അള്ളാന്റെ ഓർഡർ ഉണ്ട്, എന്താ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞത്, അർജു അൻ യുഖ്രിജല്ലാഹ് മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദ ലാ യുശ്രികു ബിഹി ശൈആ. പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, അവൻ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു ജനപഥം ഇവരുടെ മുതുകിൽ നിന്ന് നാളെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നശിപ്പിച്ച് കള, എന്നെ കിലോമീറ്ററുകളോളം ഓടിപ്പിച്ച് എൻ്റെ കാലിൽ മുറിപ്പെടുത്തി എൻ്റെ കൂട്ടുകാരനെ വേദനിപ്പിച്ച് അവരെ നശിപ്പിച്ച് കളയൂ എന്നല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, യുദ്ധങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി യുദ്ധം ചെയ്തിട്ടില്ലേ, അതൊക്കെ വലിയ പ്രശ്നമായി കാണുന്ന ആൾക്കാരാണ്. നമ്മൾ പറയണ എന്താ, നിങ്ങൾ നബിന്റെ യുദ്ധങ്ങൾ പഠിച്ചോളിന്നാ, മനസ്സിലായല്ലേ? ഡോണ്ട് വറി, നിങ്ങൾ നബിന്റെ യുദ്ധവും പഠിച്ചോളൂ. നബിയുടെ യുദ്ധത്തിലും കാരുണ്യമാണ്. നേരെപ്പടി യുദ്ധം ചെയ്യല്ല, പരസ്പരം സന്ധി സംഭാഷണമാണ്. എല്ലാം മുടക്കാനുള്ള, എതിർക്കാനുള്ള, തടയാനുള്ള എല്ലാ വഴികളും നോക്കാണ്. എന്നിട്ടും യുദ്ധം തന്നെയാണ് പരിഹാരം. യുദ്ധം ചെയ്തേ ഞങ്ങൾ തിരിച്ചു പോകൂ, മുഹമ്മദിന്റെ ശവശരീരം കൊണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് ശപഥം ചെയ്യുന്നവരുമായി പിന്നെ എന്ത് ചെയ്യും? അധികാരമുള്ള ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യത്തെ ഉപയോഗപ്പെടുത്തി പടയോട്ടം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തുമില്ലേ? അത് പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ പടയോട്ടം നടത്തുമ്പോൾ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകരുത്, സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാകരുത്. അതുപോലെ തന്നെ ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന സന്യാസി മഠത്തിൽ കഴിച്ചുകൂട്ടുന്ന സന്യാസിമാർക്കും പ്രയാസമുണ്ടാകരുത്. വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്. ഈവൻ യുദ്ധത്തിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഒരാളെ കൊന്നിട്ട് അയാളെ അംഗവിച്ഛേദം നടത്തി വൃത്തിഹീനമാക്കരുത്. അവിടെയെല്ലാം നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം, നിങ്ങൾ അതിർ ലംഘിച്ചു പോകരുതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ സുഹൃത്തുക്കളെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഇതൊക്കെ ക്രൂരതയാണോ? ഇതൊക്കെ അന്യായമാണോ? ഇതൊക്കെ തീവ്രതയാണോ?
ഇതൊക്കെ മനുഷ്യത്വമാണ്, കാരുണ്യമാണ്, ജീവന് കൊടുക്കുന്ന വിലയാണ്. നോക്കൂ, മിണ്ടാ പ്രാണികളോട് പോലും എന്താ റസൂൽ പറഞ്ഞത്? ലികുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ്. ആ കാരുണ്യമാണ് നമുക്ക് കഴിക്കാൻ നിശ്ചയിച്ച മൃഗങ്ങളെ നമ്മൾ അറുക്കുന്നതും ഭക്ഷിക്കുന്നതും. ഈ ഉരുക്കളൊക്കെ ഇവിടെ യഥേഷ്ടം ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? ഒരുപാട് പ്രായം ചെന്നത്, ഒരുപാട് രോഗമായത്, അലഞ്ഞ് തിരിഞ്ഞ് വാഹനമിടിച്ച് ആകെക്കൂടെ പ്രയാസമായി, അത് ബുദ്ധിമുട്ടിക്കലല്ലേ യഥാർത്ഥത്തിൽ? അവിടെയും കാരുണ്യമാണ്. അറുക്കുമ്പോൾ നിങ്ങൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണമെന്നും മറ്റുള്ള മൃഗങ്ങളുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണമെന്നും അങ്ങനെ ഒരുപാട് ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന ഈ സുന്ദരമായ മതം. മാത്രവുമല്ല, ഒരു മിണ്ടാപ്രാണിയുടെ, നോക്കൂ, ഒരു ജന്തുവിന്റെ ഫീലിംഗ് വരെ റസൂലുള്ള മനസ്സിലാക്കി. തലക്ക് ചുറ്റും ഒരു തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ കുട്ടിയുടെ പേരിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പേടിപ്പിച്ചത്? ആരാണ്? ഒരു തള്ളപ്പക്ഷിയുടെ ഫീലിംഗ് അള്ളാഹുവിന്റെ റസൂൽ ടച്ച് ചെയ്യുക. കുട്ടി നഷ്ടപ്പെട്ട തള്ളപ്പക്ഷിക്ക് എന്താ തോന്നുക? പേടിയും ബേജാറും അല്ലേ? ആരാണ് ഈ പക്ഷിയെ ബേജാറാക്കിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയാണ്, നബിയെ, ഞങ്ങൾ അതിന്റെ കുട്ടിയെ പിടിച്ചു. ആ തള്ളപ്പക്ഷിക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം സ്വന്തം കുടുംബത്തിൽ, സമൂഹത്തിൽ, നാട്ടുകാരിൽ, എല്ലാവരിലും, ശത്രുക്കളിൽ, അണികളിൽ, അല്ലെ, അഗതികളിൽ, അനാഥകളിൽ, വിധവകളിൽ, ബന്ധികളിൽ, അങ്ങനെ തുടങ്ങി എല്ലാവരിലും വ്യാപിച്ചു കിടക്കുന്നു. ആ റഹ്മത്ത് ജന്തുജാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം കൊടുക്കാത്ത ഒട്ടകം അത് വിറളി പൂണ്ടപ്പോ അതിന്റെ ഓണർ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, ഒന്നുകിൽ നീ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടകത്തെ അഴിച്ചുവിടണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ചിലർ പരിപാടി ഉണ്ടായിരുന്നു, ജീവുള്ള ജന്തുക്കളെ വെച്ചിട്ട് ഉന്നം നോക്കുക, അതിലേക്ക് അമ്പെയ്തിട്ട് ഉന്നം റെഡിയാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുസ്ബറൽ ബഹായിം, ജീവനുള്ള ജന്തുക്കളെ ഉന്നമാക്കി വെച്ച് അതിലേക്ക് നിങ്ങൾ അസ്ത്രം ചെയ്ത് പഠിക്കരുത്, കളിക്കരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിക്കാൻ പാടില്ലാത്ത ഒന്നിനെ ഇറക്കാൻ പാടില്ല, മനസ്സിലല്ലേ? അറുത്തതിനെ നിങ്ങൾ തിന്നണം, തീറ്റിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അതല്ലാതെ അത് അവിടെയും ഇവിടെയും തൂക്കിയിട്ട് അവിടെയും ഇവിടെ അതിന്റെ രക്തം വാരിപ്പുരട്ടി ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് പടച്ച റബ്ബിന് വേണ്ടത്. നിങ്ങൾ ചോര അവിടെ ഇവിടെയും വാരിപ്പുരത്തണ്ട, നിങ്ങൾ അതിന്റെ മാംസം അവിടെ ഇവിടെയും തൂക്കിയിട്ടിട്ട് വേസ്റ്റ് ആക്കണ്ട. മക്കയിലുള്ള ബഹുദൈവാരാധകർ മാംസം കൊണ്ട് ചെയ്തിരുന്ന ഈ പരിപാടികളെ മുഴുവൻ നിഷിദ്ധമാക്കിയിട്ട് നിങ്ങളത് കഴിക്കണം, മറ്റുള്ളവരെ കഴിപ്പിക്കണം, പാവങ്ങൾക്ക് നിങ്ങളത് ദാനമായി കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാവരോടും കാരുണ്യം. ഉമ്മത്ത് മുഹമ്മദിനോട് പ്രത്യേകിച്ചും ലഖജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് പ്രത്യേകമായിട്ടും കരുണയും വാത്സല്യവും കാണിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പീഡനവും യാതനയും കഷ്ടപ്പാടുകളും സഹിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ നരകത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോ അന ആഖിദും ബിഹുജ്ദികും, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുകയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നഗരങ്ങളിൽ പോയി, വീടുകളിൽ പോയി, രോഗികളെടുത്ത് പോയി, മരിക്കാൻ കിടക്കുന്ന ആൾക്കാരെടുത്ത് പോയി, നാടുകളിൽ മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ്, മാർക്കറ്റുകളിലൂടെ പോയി, ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം കത്തെഴുതി എല്ലാവരെയും ഈ സത്യമതത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം കാരുണ്യമാണ്. ഒരു മനുഷ്യനും നാളെ മനുഷ്യനും കല്ലും കത്തിക്കപ്പെടുന്ന നരകത്തിൽ പോകരുത് എന്ന ആ ഒരു അടങ്ങാത്ത സ്നേഹമാണ്, ആ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ നബിയെ നമ്മൾ പഠിക്കണം, അവിടെ നമ്മൾ വിശ്വസിക്കണം, ആത്മാർത്ഥമായി നബിയെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നമ്മൾ പിൻപറ്റണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. പടച്ച റബ്ബ് ഈ ദീനിനെ പ്രാക്ടിക്കലാക്കി കാണിച്ചു തരാൻ നമ്മുടെ മുമ്പിൽ ഗൈഡായി, റോൾ മോഡലായി അയച്ച വ്യക്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ നബിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നമ്മൾ പിൻപറ്റുകയും അവിടുന്ന് ഈ സമുദായത്തിൽ നിർവഹിച്ച ദൗത്യം വൃത്തിയായി നിർവഹിക്കുകയും ചെയ്യുക. ബല്ലിഗു അന്നി വലു ആയ, ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ഒരു ഹദീസെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ദീനിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലത്ത് പലരും പ്രവാചകന്റെ ജീവിതത്തെ പിച്ചിച്ചീന്തി വൃത്തിഹീനമാക്കുമ്പോൾ
അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അള്ളാന്റെ പ്രവാചകന്റെ കാലശേഷം ആളുകൾ ദീനിനെ മോശമാക്കാനും നബിക്ക് കൊടുത്ത സക്കാത്ത് ഇനി ഞങ്ങൾ കൊടുക്കില്ല എന്ന് വാദിക്കാനും തുടങ്ങിയപ്പോൾ മിമ്പറിൽ ഓടിക്കയറിയിട്ട് അബൂബക്കർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അയുഹ്ലികു ഹാദദ്ദീൻ വഅന ഹയ്യുൻ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ ഈ മതത്തെ, ഈ ഖുർആനിനെ, ഈ സുന്നത്തിനെ, പ്രവാചകന്റെ മാർഗത്തെ മോശമാക്കാൻ, നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അബൂബക്കർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ തുടർച്ചയായി ഇനിയും നമുക്ക് ധാരാളം ദഅവ പരിപാടികളുണ്ട്. എല്ലാവരും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മളാൽ കഴിയുന്ന എല്ലാ നിലക്കുമുള്ള എഫേർട്ട് ഈ ദീനിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ആണും പെണ്ണും കുട്ടികളും യുവാക്കളും എല്ലാവരും. അതിലൂടെ നമുക്ക് വലിയ നേട്ടവും പ്രതിഫലവും ലഭിക്കാനുണ്ട്. അതിലുപരി നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷം പടച്ചിറപ്പ് നമുക്ക് സംവിധാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ജീവിതത്തെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവിടുത്തെ മാതൃകയായി, ഹീറോ ആയി കണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.